ഫെബ്രുവരി 3 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ബ്ലൈസ്, വിശുദ്ധ അൻസഗാർ, വിശുദ്ധ അനത്തോളിയൂസ്, വിശുദ്ധ ബെർലിൻഡ, വിശുദ്ധ ചെല്ലയിൻ, വിശുദ്ധ ചെലരീന, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ ലൗറിന്ദീദൂസ്, വിശുദ്ധ ചെലരിത്രൂസ്. വിശുദ്ധ ബ്ലൈസ് 316 കാലഘട്ടത്തിലാണ് വിശുദ്ധ ബ്ലൈസ് ജീവിച്ചിരുന്നത്. അർമേനിയയിൽ സെബാസ്റ്റ്യ എന്ന സ്ഥലത്ത് ഒരു ബിഷഗ്വരനായിരുന്നു വിശുദ്ധ ബ്ലൈസ്. പിന്നീട് അദ്ദേഹം അവിടുത്തെ മെത്രാനായി. പിന്നീട് ആത്മാവിന്റെ ബിഷഗ്വരൻ എന്ന് അറിയപ്പെട്ടു. ജീവിത ദുഃഖങ്ങളോട് നല്ല പരിചയമുണ്ടായിരുന്ന വിശുദ്ധ ബ്ലൈസിന് ജീവിത സന്തോഷങ്ങളുടെ മായാ സ്വഭാവം അതിശീഘ്രം ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. തന്നിമിത്തം വാക്കാലും സ്വന്തം മാതൃകയാലും സ്വജനങ്ങളെ പഠിപ്പിക്കാൻ അദ്ദേഹം അത്യുത്സുകനായി കാണപ്പെട്ടു. മെത്രാനായ ശേഷം അദ്ദേഹത്തിന്റെ വിശുദ്ധി ശാരീരികവും ആത്മീയവുമായ രോഗങ്ങൾ പിടിപെട്ടവരെയൊക്കെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചിരുന്നു. വിശുദ്ധ ബ്ലൈസ് വിശുദ്ധ ബ്ലെസ്സി എന്നും വിശുദ്ധ ബ്ലെസ്സിയസ് എന്നും അറിയപ്പെട്ടിരുന്നു. തൻ്റെ വിശ്വാസത്തെ നിരാകരിക്കുന്നതിന് പകരം ഭയാനകമായ പീഡനങ്ങൾ സഹിക്കുകയും ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഇരുമ്പ് കമ്പിളിച്ചീപ്പ് കൊണ്ട് ശരീരം വലിച്ചു കീറുകയും തുടർന്ന് ശിരച്ഛേദം ചെയ്യപ്പെട്ട് മരിക്കുകയും ചെയ്ത ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ ബ്ലൈസ്. ഒരിക്കൽ കപ്പദോക്കിയായുടെയും അർമേനിയയുടെയും ഗവർണറായ അഗ്രിക്കൊളാസു ലിസിനിയൂസ് റോമൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം മതപീഡനം ആരംഭിക്കുകയും ബിഷപ്പ് ബ്ലൈസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജയിലിലേക്ക് പോകുന്ന വഴി മത്സ്യത്തിന്റെ മുള്ള് തൊണ്ടയിലെ എല്ലിൽ തറച്ചു കയറിയിരുന്ന ഒരു കുട്ടിക്ക് അത് നീക്കപ്പെടാൻ സാധിക്കാതെ അതിനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ബ്ലൈസിനോട് അന്നേരം സഹായം അഭ്യർത്ഥിച്ചു. പോകുന്ന വഴിയിൽ തന്നെ ബ്ലൈസ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ ആ തടസ്സം നീങ്ങി കുട്ടി സുഖപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ഗവർണർ ബ്ലൈസിനോട് ആവശ്യപ്പെട്ടു. അതിന് ബ്ലൈസ് വിമുഖനായതിനാൽ ആദ്യം അദ്ദേഹം ചമ്മട്ടി കൊണ്ടടിക്കപ്പെട്ടു. പിന്നീട് ഇരുമ്പ് കൊളുത്തുകൊണ്ട് മാംസം വലിച്ചു കീറി ചുട്ടുപഴുത്ത ഇരുമ്പ് പലക ശരീരത്തിൽ വെച്ചു. അവസാനം ശിരച്ഛേദം ചെയ്യപ്പെട്ടു. മൃഗങ്ങളോട് പോലും അദ്ദേഹത്തിന് അതീവ സ്നേഹമുണ്ടായിരുന്നു. മൃഗങ്ങൾ പോലും അദ്ദേഹം പറയുന്നത് അനുസരിക്കുമായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഒരിക്കലൊരു സ്ത്രീ തൻ്റെ പന്നിക്കുട്ടിയെ ചെന്നായി എടുത്തുകൊണ്ടു പോകുന്നത് കണ്ട് ബിഷപ്പിനോട് തൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു. വിശുദ്ധ ബ്ലൈസ് ചെന്നായെ വിളിച്ചു. പന്നിക്കുട്ടിയെ അതിൻ്റെ ഉടമയ്ക്ക് വിട്ടുകൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. കള്ളനെ കാത്തിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ചെന്നായോട് അദ്ദേഹം പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ചെന്നായ അതനുസരിച്ച് പന്നിയെ തിരിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഒട്ടനവധി രോഗങ്ങളുടെ രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ ബ്ലൈസിനെ അംഗീകരിച്ചിരുന്നത്. മൂത്രാശയ രോഗം, ചുമ, എക്സിമ, പനി, ശ്വാസകോശ സംബന്ധ രോഗം, തൊണ്ടവേദന, പല്ലുവേദന, അതുപോലെ പാമ്പിൻ്റെ വിഷം, വന്യമൃഗങ്ങളുടെ ശല്യം ഇവയെല്ലാം മാറുന്നതിനും ശിശുക്കൾ, കമ്പിളി തൊഴിലാളികൾ എന്നിവരുടെ എല്ലാം രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ ബ്ലൈസിനെ അംഗീകരിച്ചിരിക്കുന്നത്. അത്ഭുതകരമായ രോഗശാന്തി നൽകുന്ന ഒരു അത്ഭുത പ്രവർത്തകൻ എന്ന നിലയിൽ വിശുദ്ധ ബ്ലൈസ് പ്രസിദ്ധനായിരുന്നു. ദൈവവരപ്രസാദത്തിന്റെ സഹായത്താൽ എനിക്ക് എത്ര വലിയ ത്യാഗവും സഹിക്കാം എന്ന അപ്പസ്തോലന്റെ വാക്കുകൾക്ക് വിശുദ്ധ ബ്ലൈസ് വലിയ സാക്ഷ്യം വഹിക്കുന്നു. വിശുദ്ധ ബ്ലൈസെ, ലോകത്ത് മാറാ രോഗങ്ങളാൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പിതാവായ ദൈവത്തിൻ്റെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.